ശ്രീ ഷംസീറുമായി ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനോടും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അതിൽ നമുക്കറിയാം അമീബിക് മെനിഞ്ചോഇൻഫെക്റ്റൈറ്റിസ് വളരെ അപൂർവമായിട്ട് ഉള്ള ഒരു രോഗമാണ്. പകർച്ചവ്യാധിയല്ല, എന്നാൽ വളരെ റെയറായിട്ടുണ്ടാകുന്ന ആഗോളതലത്തിൽ തന്നെ വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ കേരളത്തിൽ എൻകഫലൈറ്റിസ് മസ്തിഷ്ക ജ്വരം വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു സമീപകാലത്തെ ആരോഗ്യ ചരിത്രത്തിൽ എല്ലാ എൻകഫലൈറ്റിസും ഏതാണ് എന്നുള്ളത് പരിശോധിച്ച് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ സമീപകാലത്ത് അമീബിക് മെനിഞ്ചോഇൻഫെക്റ്റൈറ്റിസുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് ഒരു ഡെഫിനറ്റ് മെഡിസിൻ എന്നുള്ളതില്ല, ഒരു പ്രത്യേക മരുന്ന് എന്നുള്ളത് കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ്. ആഗോള തലത്തിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ലിറ്ററേച്ചറും വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തി അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സപ്ലൈയിലുള്ള ഒരു മുൾട്ടിഫോസൻ എന്നൊരു മരുന്നാണ്, ആ മരുന്നാണിത്. പക്ഷേ ആ സപ്ലൈ നമുക്കില്ല, വളരെ റെയറായിട്ട്. അതായത് അതിൻ്റെ ഒരു സോൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുണ്ടാകുന്ന വളരെ അപൂർവമായി മാത്രമാണ് മരുന്നുള്ളത്. അപ്പോൾ രാജ്യത്ത് അതിൻ്റെ അവൈലബിലിറ്റി വളരെ 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 കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ കേസസ് ഉള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു മരുന്ന് ഇപ്പോൾ നമുക്ക് ആരോഗ്യ വകുപ്പിന് ഗ്രൂപ്പ് നമുക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഈ ഒരു ഡിസീസിനുള്ള മെഡിസിന് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ഗവൺമെൻറ്റിൽ നിന്നും ഹെൽത്ത് മിനിസ്റ്റർ നമ്മുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീറുമായി ഇൻ്ററാക്ട് ചെയ്യുകയും അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഒരു ടീമിനെ ഫോം ചെയ്ത് വേൾഡിൽ എവിടെയാണ് ഇതിൻ്റെ അവൈലബിലിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇമ്മീഡിയറ്റായിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിൽ എത്തിക്കാൻ ഉള്ളൊരു ശ്രമമായിരുന്നു നടത്തിയത് ഈ ലാസ്റ്റ് 4 ദിവസത്തിനിടയിൽ. അപ്പോൾ അത് ജർമ്മനിയിലുള്ള ഈ ഒരു മെഡിസിന് ഇമ്മീഡിയറ്റായിട്ട് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ ലോജിസ്റ്റിക്സും ആയിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ഇന്നിപ്പോൾ ഇവിടെ ഹെൽത്ത് മിനിസ്ട്രിക്ക് ഹാൻഡ് ഓവർ ചെയ്തതോട് കൂടിയിട്ട് അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഡോക്ടർ ഷംഷീറിൻ്റെ പേരിലും ഗ്രൂപ്പിൻ്റെ പേരിലും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. താങ്ക് യു.